ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ നാട്ടിലെ അഭിനവ നവോത്ഥാന ടീമുകൾക്കും അതുപോലെ തന്നെ മനുഷ്യത്വവാദികൾക്കും ഹിന്ദുത്വ വിരുദ്ധർക്കുമെല്ലാം മുസ്ലിങ്ങളോട് അകവഴിഞ്ഞ സ്നേഹമാണെന്നാണ്. കാരണം അവർ ഈ ഗസയിലുള്ള മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ പോവുക, അവരുടെ പേരുകൾ വായിക്കുക, നാട്ടിൽ മെഴുകുതിരി റാലികൾ നടത്തുക, പോസ്റ്റർ ഒട്ടിക്കുക, പലസ്തീൻ ഫ്ലാഗുമായിട്ട് നാട്ടിൽ മുഴുവൻ റോന്ത് ചുറ്റുക, അതിന്റെ പേരിൽ സംഘികളെ വർഗീയവാദികൾ എന്ന് വിളിക്കുക, ഒന്നും പറയേണ്ട ഒരു കോലാഹലം തന്നെ. പക്ഷെ ഇവരുടെ ഉള്ളിൽ കാപട്യമില്ലേ? ഇവർ കള്ളന്മാരല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, നമ്മുടെ മധുപാൽ, ആത്മഹത്യ സൂപ്പർ സ്റ്റാർ മധുപാൽ, നമ്മുടെ GS പ്രദീപ്, പിന്നെ കുറെ ഉണ്ടല്ലോ, സിതാര, പിന്നെ കുറെ നാടൻ പാട്ടുകാർ, ഇവരൊക്കെ പലസ്തീൻ കുട്ടികളുടെ പേര് വായിക്കാൻ മുൻപേ ഓടിയവരാണ്. അതുമാത്രമല്ല, ഗസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെക്കെതിരെ വലിയ തോതിൽ വാഗീറി വർത്താനം പറഞ്ഞിട്ടുള്ള ഊച്ചാളികളാണ്. പക്ഷേ ഇപ്പോൾ ഇറാനിൽ 217ഓളം പേരെ, എന്നാലും ഇറാനിൽ RSS ഇല്ല, BJP ഇല്ല, ഹിന്ദുത്വവാദികളും ഇല്ല, അവിടെ മുസ്ലിങ്ങൾ മൈനോറിറ്റിയുമല്ല, ന്യൂനപക്ഷ ധ്വംസനവുമില്ല, ഒന്നുമില്ല. അവിടെ എല്ലാം അള്ളാഹുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള നാട്ടിൽ അവിടുത്തെ ഭരണകൂടം, ഏകാധിപത്യ ഭരണകൂടം, ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം, അങ്ങനെ ഒരു ഏകാധിപതി, ഇവിടെ ഉള്ള ആൾക്കാർ ജനാധിപത്യ വിശ്വാസികളാണെന്ന് ഓർക്കണം. പക്ഷെ ഇവർക്ക് ഇഷ്ടം ഇറാനിലെ ഏകാധിപതിയോട്. അപ്പൊ ഇറാനിലെ ഏകാധിപതി 217 പേരെ വെടിവെച്ച് കൊന്നിട്ട് ആ പേരുകൾ വായിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മനുഷ്യത്വവാദികളില്ല. നമ്മുടെ നാട്ടിലെ അവൾക്കൊപ്പം ടീമുകളില്ല, ഗസയ്ക്കൊപ്പം ടീമുകളില്ല, ഷേവ് ഗാസ ടീമുകളില്ല, ഒരെണ്ണമില്ല. ഇത്രയും നാണം കെട്ട ഈ വർഗങ്ങളാണ് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഹിന്ദുത്വവാദികൾ ശരിയില്ല, ഹിന്ദുത്വം ശരിയല്ല, ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, വാഴയ്ക്കാണ്, ഭാരതത്തിന് അഖണ്ഡത പോരാ, ഭാരതത്തിന്റെ അഖണ്ഡത എന്ന് പറയുന്നതൊക്കെ കെട്ടുകഥകളാണ് തുടങ്ങിയ ഉഡായിപ്പ് വാദങ്ങളുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിന്നെയൊക്കെ പോലെ നാണം കെട്ടവന്മാരൊന്നും അല്ല. നിന്റെയൊക്കെ അത്രയും നാണം കെട്ടവന്മാർ ഈ സമൂഹത്തിലുള്ളതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം. അത്തരം നാണം കെട്ടവന്മാരെ തിരിച്ചറിയാനും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുമാണ് ഞങ്ങളെ പോലുള്ളവർ ഉള്ളത്. നൈജീരിയയിലും സുഡാനിലും നിന്റെയൊക്കെ കണ്ണ് തുറക്കാത്തത് പോലെ തന്നെ ഇറാന് നേരെ നിന്റെയൊക്കെ കണ്ണുകൾ തുറക്കില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളെപ്പോലുള്ള ഉടായ്പകൾ ഇനിയും ഗസയുടെയും പലസ്തീന്റെയും പേര് പറഞ്ഞ് റോട്ടിൽ ഇറങ്ങിയാൽ ജനങ്ങൾ കാറിത്തുപ്പുന്ന അവസ്ഥയിൽ നിങ്ങൾ കൊണ്ടെത്തിക്കും. നിങ്ങൾ എത്തിയിരിക്കും, നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കും.